ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിന് അഫ്ഗാനി ചിക്കനുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവുക. കളറൊക്കെ കണ്ടിട്ട് അഫ്ഗാനീൻ്റെ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇത് ബോൺലെസ് ചിക്കൻ അല്ല, ബോണുള്ള ചിക്കനാണ്. കാരണം അത് ഞാൻ മാറ്റി വയ്ക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെയാണ് ഇഫ ചിക്കൻ ഉണ്ടാക്കാം എന്നൊരു ഐഡിയ വന്നത്. എന്നാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെറുതെ വേസ്റ്റായി പോകുന്നില്ല. പിന്നെ കുറച്ച് ഞാനും എൻ്റെ അനിയനും മാത്രമേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ഇങ്ങനത്തെയൊക്കെ സാധനം ഉണ്ടാക്കി അച്ഛൻ്റെ അമ്മേൻ്റെ മുന്നിലേക്ക് വെച്ചാൽ പറയും, അയ്യോ ഈ ചിക്കൻ വെറുതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വേസ്റ്റാക്കി കളഞ്ഞു, ഇത് വെറുതെ കറി വെച്ച് തിന്നാൽ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്കിടാം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൈര്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്ക്യൂസ് ഓഫ് ലെമൺ, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാം. ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് അറൗണ്ട് ഒരു 5 to 6 hours നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ്. അപ്പം ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൊടികളും തൈരും എല്ലാം കൂടെ ചേർന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. നമുക്കിതൊരു കുറഞ്ഞതൊരു 3 മണിക്കൂർ, കൂടി എത്ര മണിക്കൂറും വെക്കാം. എത്രത്തോളം മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കുന്നോ അത്രത്തോളം ഈ മസാലകളെല്ലാം ഇതിൽ പിടിക്കും. ഇത് വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ട് കുറേ നേരം വെക്കണമെന്നില്ല. എന്തായാലും ഞാനിപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 3 hours കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, എന്നാൽ എന്താ പറയുക, തീരെ വേവാതെ ഇരിക്കരുത്. ജസ്റ്റ് ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, തിരിച്ചു മറിച്ചും എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓരോ പീസല്ല, ഒന്നിച്ചിടാനുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി. ഇനി നമ്മൾ ഈ ഇഫ ചിക്കനിലേക്ക് വേണ്ടത് ഒരു മയണൈസ് കൺസിസ്റ്റൻസിയിൽ ഒരു ക്രീമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, മുട്ട, ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ 2 സ്ലൈസ് ചീസ്, പിന്നെ ഫ്രഷ് ക്രീം. ഇത്രയും ചേർത്ത് ഈ ഒരു മയണൈസ് പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതാണ് ഇനി ആകെ ഇതിൽ ചെയ്യാനുള്ളത്. എന്നിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ ആദ്യം ഇത് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് അങ്ങ് മിക്സാക്കി ഇറങ്ങിക്കോളും. അപ്പം ഞാനിതിലേക്ക് ഇത് ഒഴിക്കാൻ പോവുകയാണ്. നല്ല തിക്കായിട്ടുള്ള സാധനമാണ്. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. ഇത്ര ടൈം മതി, കാരണം ഓൾറെഡി എല്ലാം എന്താ സാധനങ്ങളാണ്. അതിൻ്റെ മുകളിൽ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സമയം എടുത്തത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും വരുന്നില്ല. ഇത് അവർ അഫ്ഗാനീൻ്റെ സെയിം സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെ ട്രൈ ചെയ്തിട്ട് പറഞ്ഞു. നമുക്ക് എന്തായാലും നമ്മുടെ ഇഫ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രീമി ടെക്സ്ചറാണ്, ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇട്ട സാധനങ്ങളെല്ലാം നല്ല നല്ല സാധനങ്ങളാണ്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. എല്ലാം നല്ല വില ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലെ ട്രെൻഡൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. മറ്റേ നമ്മുടെ കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അഫ്ഗാനി ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിതിന് കിട്ടുന്നത്. സത്യം എടുത്ത് പുതിയ സാധനമാണെന്ന് എനിക്കറിയില്ല. അഫ്ഗാനീൻ്റെ സെയിം ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. കൊള്ളാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.